വണ്ടിയുടെ വീഡിയോ എടുക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കണ്ടോക്കാൻ എന്താ ഭംഗി. നെൽകൃഷിയൊക്കെ തെരന്ന് കിടക്കുന്നുണ്ട്. കുറെ കിളികളൊക്കെ പാറി പാറി നടക്കുന്നു. നല്ല ഭംഗിയോടെയുള്ള സ്ഥലമാണ്. ഹായ് ഫ്രണ്ട്സ്, മദാരി മോട്ടോഴ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു കിടിലൻ ഇന്നോവയുമായിട്ടാണ്. 2012 മോഡലാണ്. രജിസ്ട്രേഷൻ ചെയ്തതാണ്. വി ആണ് ഓപ്ഷൻ വരുന്നത്. യാതൊരു മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. 1,85,000 കിലോമീറ്ററാണ് വണ്ടി ഓടിക്കുന്നത്. രണ്ടാമത്തെ ഓണർഷിപ്പാണ്. ഇപ്പോൾ കേൾട്ടൺ BK നമ്പർ അയക്കണേ. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിലും അപ്പോൾ ഒരു 70% മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി അലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല നീറ്റാണ്. 2.5V എന്ന ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് വൈഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡിക്ക് സ്പോയിലറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ബാക്ക് സൈഡ്. വണ്ടിയുടെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡുവൽ കളറിൽ ഡുവൽ എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ലൊരു സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് ഏസിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റൂഫിലേക്ക് നോക്കുകയാണെങ്കിലും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയോടെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. AC-യുടെ 4 വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 7 സീറ്റ് വണ്ടിയാണ് കേട്ടോ നമ്മുടെ ഇന്നോവ വരുന്നത്. നമ്മൾ വണ്ടിയുടെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും വെൽ മെയിൻറ്റൈൻഡ് ആണ്. അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 7,80,000 രൂപയാണ്. ചെറുതായിട്ടൊക്കെ മാറ്റങ്ങൾ വരുത്തി നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിൽ നമുക്ക് പുതിയ ഇൻഷുറൻസ് അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വെള്ളുവങ്ങാട് എന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.